എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ മിൽമയുടെ രണ്ട് റീജിയണിലും, അതായത് മലബാർ റീജിയണിലും തിരുവനന്തപുരം റീജിയണിലും വിവിധ തസ്തികകളിൽ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് വ്യത്യസ്ത നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഏത്? പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 പ്ലാന്റ് അസിസ്റ്റന്റ് പോസ്റ്റാണ്. നമുക്ക് 10ാം ക്ലാസ് ക്വാളിഫൈ ചെയ്ത ആളുകൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ഏത്? പ്ലാന്റ് അസിസ്റ്റന്റ്. അപ്പോൾ ഈ പ്ലാന്റ് അസിസ്റ്റന്റ് പരീക്ഷ എങ്ങനെയായിരിക്കും, അതിൻ്റെ സിലബസ് എങ്ങനെയായിരിക്കും, ഡെയിലി വരുന്ന വിളികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അവരോടൊപ്പം അവരുടെ സുഹൃത്തുക്കളും ഈ പരീക്ഷകളൊക്കെ എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ പ്ലാന്റ് അസിസ്റ്റന്റിനെ കുറിച്ച് ബാക്കി സിലബസ് അടക്കമുള്ള മുഴുവൻ ഡീറ്റെയിൽസ് നമ്മൾക്ക് പറയാം. അപ്പോൾ നമുക്ക് നോക്കാം, പ്ലാന്റ് അസിസ്റ്റന്റ് പരീക്ഷ മലയാളത്തിലാണോ പ്ലാന്റ് അസിസ്റ്റന്റ് പരീക്ഷ? അപ്പോൾ നമുക്ക് അറിയാം, 10ാം ക്ലാസ് നിലവാരത്തിലുള്ളൊരു പരീക്ഷയാണ്. നമുക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാനുള്ള സംവിധാനമുണ്ട്, സൗകര്യമുണ്ട്. മലയാളത്തിലാണ് പ്ലാന്റ് അസിസ്റ്റന്റ് പരീക്ഷ വരുന്നത്. അതോടൊപ്പം തന്നെ സിലബസ് പരിചയപ്പെടാം. നമുക്ക് സിലബസും ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഈ രണ്ട് റീജിയണിലും, മലബാർ റീജിയണിലും ട്രിവാൻഡ്രം റീജിയണിലും നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ആ നോട്ടിഫിക്കേഷൻ്റെ എത്ര വേക്കൻസി വീതം രണ്ടെടുത്ത് ഉണ്ടെന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, നമുക്ക് ആദ്യം നമ്മുടെ തിരുവനന്തപുരം റീജിയനിൽ എത്ര വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്ന് നോക്കിയേ. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ആണ്. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ആണ് നമ്മുടെ പോസ്റ്റ്. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ആണ്. കാറ്റഗറി 14A ആണ്. നമ്മുടെ ബേസിക് പേ സ്കെയിൽ വരുന്ന നോക്കിയേ. ഒരു 10ാം ക്ലാസ്സുകാരെ സംബന്ധിച്ച് മിൽമയിൽ ഒരു പ്ലാന്റ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയാൽ, അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ നമ്മുടെ ബേസിക് പേ നോക്കിയേ 23,000 ടു 56,240 നമ്മുടെ ബേസിക് പേ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 10ാം ക്ലാസ്സുകാരെയൊക്കെ സംബന്ധിച്ച് മെച്ചപ്പെട്ട LGSനേക്കാളൊക്കെ മേളിൽ വരുന്നൊരു സാലറി സ്കെയിൽ വരുന്നുണ്ട്. 23,000 ടു 56,240 അവിടുത്തെ ബേസിക് പേ സ്കെയിൽ. 10ാം ക്ലാസ് യോഗ്യതയാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം റീജിയനിൽ മൊത്തത്തിൽ 93 വേക്കൻസികളാണ് ഉള്ളത്. തിരുവനന്തപുരം റീജിയണിൽ നമുക്ക് എത്ര? 93 വേക്കൻസികളാണ് പ്ലാന്റ് അസിസ്റ്റന്റിനുള്ളത്. അതിൽ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ജനറൽ എത്രയാണ്, അതിൽ SC ST എത്ര വരും എന്നൊക്കെ കൃത്യമായിട്ട് ആ ഒരു ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനറലിന് 77 വേക്കൻസികളും SC ST വിഭാഗക്കാർക്ക് 11 വേക്കൻസികളും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഉള്ള ആളുകൾക്കും അംഗവൈകല്യങ്ങളുള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. അവർക്ക് വേണ്ടിയും 5 വേക്കൻസി മാറ്റി വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 5 വേക്കൻസി തിരുവനന്തപുരം റീജിയണിന് കീഴിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കി, SSLC പാസ് ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ. ഓക്കെ, SSLC പാസ് ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഷുഡ് നോട്ട് ബി ഗ്രാജുവേറ്റ്സിന് അപേക്ഷിക്കാൻ പറ്റത്തില്ല. ഗ്രാജുവേറ്റ്സ് ആയിരിക്കരുത്, അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ മലബാർ റീജിയൺ ആണ് നോക്കാൻ പോകുന്നത്. രണ്ടിടത്തും ഒരുപോലെയാണ് നമുക്ക് വന്നിരിക്കുന്നത്, എന്താ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ മലബാർ റീജിയണിലെ നോക്കിയേ, പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 കാറ്റഗറി 40A 23,000 ടു 56,240 ബേസിക് പേ സ്കെയിലിന് മാറ്റമൊന്നുമില്ല. അപ്പൊ നോക്കിയേ, അവിടെ നമുക്ക് എന്തിനു മാത്രമാണ് മാറ്റം? വേക്കൻസിക്ക് മാത്രമാണ് മാറ്റം. ടോട്ടൽ വേക്കൻസീസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പോസ്റ്റ് എത്രയാണ്? 47 എണ്ണമാണ് മൊത്തം ഉള്ളത് കേട്ടോ. 47 എണ്ണമാണ് മൊത്തം ഉള്ളത്. അതിൽ ജനറൽ 39, SC ST 4, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡിന് 4 പേർക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡിന് 4 പോസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ മലബാർ റീജിയണിൽ 47 ടോട്ടൽ വേക്കൻസീസ് എന്തിനുണ്ട്? നമ്മുടെ പ്ലാന്റ് അസിസ്റ്റന്റിനുണ്ട്. SSLC പാസ് ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഷുഡ് നോട്ട് ബി ഗ്രാജുവേറ്റ്സ്. ഓക്കെ, അതോടൊപ്പം നമുക്ക് മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ നമുക്കറിയാം. മെത്തേഡ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ എങ്ങനെയാ? നമ്മുടെ സൈറ്റുകൾ വഴിയാണ്. ഓക്കെ, നമ്മുടെ വിവിധങ്ങളായ സൈറ്റുകൾ വഴിയാണ് എന്ത് നടക്കുന്നത്? ആപ്ലിക്കേഷൻ ഇടാൻ പറ്റുന്നത്. ആപ്ലിക്കേഷന് ശേഷം നിങ്ങൾക്ക് ഫീസ് അടയ്ക്കുക കൂടി ചെയ്യണം. നമുക്ക് അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് എന്ന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 27/11/2025 വരെയാണ് കേട്ടോ. വൈകുന്നേരം 5 മണി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം. അതിനുള്ളിൽ ഫീസും നിങ്ങൾ അടച്ചിരിക്കണം കേട്ടോ. ഫീസും അടച്ചിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഓൺലൈൻ വഴി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അപ്ലൈ ചെയ്യാനും പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക? ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫീസ് അടയ്ക്കുന്ന കാര്യം പറഞ്ഞു. നമ്മൾ പ്ലാന്റ് അസിസ്റ്റന്റ് കാറ്റഗറി ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ പ്ലാന്റ് അസിസ്റ്റന്റിന്
ജനറൽ കാറ്റഗറി, OBC, അതുപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, എക്സ് സർവീസ്മെൻ, പെർമനന്റ് സർവിംഗ് എംപ്ലോയീസ് ഓഫ് മെമ്പർ ആപ്കോസ്, ഡയറി ഫാമേഴ്സ് ആൻഡ് ഡിപ്പെൻഡൻസ് ഓഫ് ഡയറി ഫാമർ, ഇവരെല്ലാവരും 500 രൂപ വെച്ച് അടയ്ക്കണം കേട്ടോ. 500 രൂപയാണ് ഇതിന്റെ ഫീസ് വരുന്നത്, 500 രൂപയാണ്. അപ്പം എല്ലാവരും 500 രൂപ അടയ്ക്കണം. ആർക്കാണ് ഒരു ഇളവുള്ളത്? ആകെ ഇളവുള്ളത് SC ST വിഭാഗക്കാർക്കാണ്. അവർക്ക് 250 രൂപ അടച്ചാൽ മതി കേട്ടോ. 250 രൂപ അടച്ചാൽ മതി പ്ലാന്റ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ആർക്കാണ്? SC ST കാറ്റഗറിക്കാർക്ക് 250, ബാക്കി എല്ലാ കാറ്റഗറിക്കാർക്കും 500 രൂപയാണ് പ്ലാന്റ് അസിസ്റ്റന്റ് ഫീസ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തോളുക. ഒരുപാട് സമയം ഇനി കളയാനില്ല. 27-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്തോളുക. അതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ, സിലബസ് എന്തൊക്കെയായിരിക്കും, അതല്ലേ ഇനി അടുത്ത ചോദ്യം വരുന്നത്. അപ്പൊ നമുക്ക് സിലബസ് കൂടെ നോക്കാം. അപ്പൊ നോക്കിയേ, നമുക്ക് പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 അല്ലേ, പാർട്ട് എ കോർ സബ്ജക്ട്. നമുക്കൊരു 100 മാർക്ക് കൊണ്ട് 75 മാർക്കും ഈ ഒരു മേഖലയിൽ നിന്നായിരിക്കും വരുന്നത്, പാർട്ട് എ നിന്ന്. അങ്ങനെ നമുക്ക് സിലബസിനെ 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പാർട്ട് എയും ഉണ്ട്, പാർട്ട് ബിയും ഉണ്ട്. അപ്പൊ പാർട്ട് എ നോക്കാം. പാർട്ട് എ കോർ സബ്ജക്റ്റ് ആണ്, 75% കോർ സബ്ജക്റ്റ് ആണ്. അവിടെ നിന്നാണ് പാർട്ട് എയിൽ നിന്നാണ് 75% ചോദ്യങ്ങളും വരുന്നത്. നോക്കിയേ, പാലും പാലുൽപ്പന്നങ്ങളും അടിസ്ഥാന അറിവ്. പാലും പാലുൽപ്പന്നങ്ങളെ സംബന്ധിച്ചുള്ള അടിസ്ഥാന അറിവ്, പാൽ സംസ്കരിക്കുന്നതിനുള്ള വിവിധ രീതികൾ. പാല് സംസ്കരിക്കുന്നതിനുള്ള വിവിധ രീതികൾ. നമുക്ക് അവിടെ ജോലി ചെയ്യാൻ, നമ്മൾ ജോലിയെ സംബന്ധിച്ചാണ് കൂടുതൽ കാര്യം. ആ ജോലിയെ സംബന്ധിച്ചുള്ളതാണ് കൂടുതൽ കാര്യം നമുക്ക് പഠിക്കാനുള്ളതാണ്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പാലിൽ അടങ്ങിയിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങൾ, പാലിൻ്റെ സാമ്പിളിംഗ് രീതി, പാലിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ പരിശോധിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ ഏതൊക്കെയാണ്, ഡയറി പ്ലാന്റിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന പാൽ ഉൽപ്പന്നങ്ങൾ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മലബാർ മേഖലയിൽ മിൽമയുടെ മലബാർ മേഖല യൂണിയൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന പാൽ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചും ചോദിക്കും. പാൽ സംസ്കരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പ്രവർത്തികൾ, ക്ലീനിങ് കെമിക്കലുകൾ, പാലിന്റെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ, പൊതുവായ വ്യക്തി ശുചിത്വ രീതികൾ. ഇവയാണ് പാർട്ട് എ എന്ന് പറയുന്നത്. ഈ പാർട്ട് എയിൽ നിന്നാണ് 75% ചോദ്യങ്ങളും വരുന്നത് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് സിലബസിലെ ഈ മേഖല. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് 75% നമുക്ക് ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനുള്ള ഏരിയ ആണ്. നമ്മൾ എന്ത് ചെയ്യണം, കീറി മുറിച്ച് പഠിക്കണം. ഓരോ ടോപ്പിക്കും ഓരോ കാര്യങ്ങളും എന്തും കീറി മുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. എന്നെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ പരീക്ഷയ്ക്ക് മുന്നിലെത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് സിലബസിനെ അറിഞ്ഞു വേണം പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ മാസ്റ്റർ കെ അക്കാഡമി പ്ലാന്റ് അസിസ്റ്റന്റ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, പരിശീലിപ്പിക്കും. ജോലി ആവശ്യമാണ്, നിങ്ങളും കൂടി എന്ത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റും. നോക്കിയേ മക്കളെ, പാർട്ട് ബി നോക്കിയേ. പാർട്ട് ബി അലൈഡ് സബ്ജക്റ്റ് ആണ്. 25% അലൈഡ് സബ്ജക്റ്റുകളാണ്. മിൽമയെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ ചരിത്രം, മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ ദർശന ദൗത്യം, മൂല്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അവബോധം. അതുപോലെ മലബാറിൽ വരുമ്പം അവിടുത്തെയും പഠിക്കേണ്ടതായിട്ട് വരും. മലബാറിന്റെ സംബന്ധിച്ചുള്ള ചരിത്രവും അതുപോലെ യൂണിയന്റെ ദർശന ദൗത്യവും മൂല്യങ്ങളും ഒക്കെ നമ്മൾ അവിടത്തെയും പഠിക്കേണ്ടി വരും. കാരണം അവിടുത്തെ എക്സാമിന് അതായിരിക്കും ചോദിക്കുന്നത്, മലബാർ മിൽമയുടെ. ഓക്കെ, കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ക്ഷീര സഹകരണ സ്ഥാപനങ്ങളുടെ പങ്ക് എന്താണ്, പങ്ക് എത്രത്തോളം ഉണ്ട്? കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടുപുറത്ത് നമ്മൾ പാൽ സൊസൈറ്റികൾ എന്നൊക്കെ പറയുന്ന പോലെ അതിൻ്റെയൊക്കെ ക്ഷീര സഹകരണ സ്ഥാപനങ്ങളാണല്ലോ. അവയുടെയൊക്കെ ഒരു കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലുള്ള പങ്ക് എന്താണ്? എമർജൻസി ഫസ്റ്റ് എയ്ഡ് അറിവുകൾ, അടിസ്ഥാന ഗണിതം. നമുക്ക് അത്യാവശ്യം അടിസ്ഥാന ഗണിതം അറിയാവുന്ന, പക്ഷെ ബാക്കിയൊക്കെ നമ്മൾ പഠിക്കേണ്ടത് പുതിയ കാര്യങ്ങളാണ്, ഓർത്തുകൊള്ളുക. ഓക്കെ, അടിസ്ഥാന ഇംഗ്ലീഷ് പരിജ്ഞാനവും നമുക്കുണ്ട്. നമ്മൾ PSC ഒക്കെ എഴുതി, വിവിധങ്ങളായ PSC പരീക്ഷകളൊക്കെ എഴുതിയ ആളുകളാണ്. അവർക്കൊക്കെ എന്തുണ്ട്, അടിസ്ഥാന ഗണിതവും അടിസ്ഥാന ഇംഗ്ലീഷിന്റെയും നോളജ് ഉണ്ട്. പക്ഷെ ബാക്കിയൊക്കെ പുതിയ സബ്ജക്റ്റ് ആണ് പാർട്ട് എയിലും പാർട്ട് ബിയിലും വരുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. സ്വന്തം ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി മേലധികാരിക്ക് മലയാളത്തിൽ കത്തെഴുതാനുള്ള കഴിവ്, അതൊക്കെ നമുക്കുണ്ടാവും. കാരണം നമ്മൾ കത്തെഴുതാനും അതൊക്കെ നമ്മൾ നേരത്തെ തൊട്ടേ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്കൂളുകളിൽ തൊട്ട് പഠിക്കുന്ന കാര്യമാണ്. അതൊരു പുതിയ കാര്യമല്ല. നമ്മൾ എത്ര ടൈപ്പ് കത്തുകൾ എഴുതിയിട്ടുണ്ട് സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്കൊരു പ്രശ്നം ഉണ്ടാവത്തില്ല. പക്ഷെ ബാക്കിയുള്ള പാർട്ട് എയും പാർട്ട് ബിയും പുതിയ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാൻ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചത് പരീക്ഷയ്ക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ജോലിയിൽ ഉറപ്പായിട്ട് ഈ ജോലി നേടാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് സിലബസ് കണ്ടിട്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ സിലബസ് പരിചയപ്പെട്ടു, സിലബസിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞു. അപ്ലൈ ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അവസാന ദിവസം വരെ നോക്കിയിരിക്കരുത്. എന്തെങ്കിലും കാരണത്താൽ സൈറ്റ് ബ്ലോക്ക് ആയി പോയി, നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല, അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി അപേക്ഷിക്കാനുള്ളവർ പെട്ടെന്ന് തന്നെ അപേക്ഷിച്ചോളുക. ഒരു 2026 തന്നെ ഈ ഒരു പരീക്ഷയുടെ നിയമനങ്ങളൊക്കെ ഉറപ്പായിട്ടും നടക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പരീക്ഷ മലയാളത്തിൽ എഴുതാം. നിങ്ങൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഈ സിലബസ് കീറി മുറിച്ച് പഠിക്കുക. മാസ്റ്റർ കെ അക്കാഡമിയുടെ ഏറ്റവും പുതിയ ബാച്ചുകളും ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ, പ്ലാന്റ് അസിസ്റ്റന്റ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാസ്റ്റർ കെ അക്കാദമിയിൽ ബന്ധപ്പെടുക. താഴെ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അല്ലെങ്കിൽ മാസ്റ്റർ കെ ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കോർഡിനേറ്റർമാരുടെ സേവനവും നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ മറുപടിയായിട്ട് ഞങ്ങളുടെ കോർഡിനേറ്റർമാരുടെ സേവനവും ഉണ്ടാവും. അതോടൊപ്പം ടെലഗ്രാം ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ടെലഗ്രാം ചാനലിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന ടൈമിൽ തന്നെ ടൈം ടു ടൈം അപ്ഡേറ്റുകൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഈ ഒരു നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ ഇൻബോക്സിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും, നമ്മുടെ ചാനലിൽ എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ പുതിയ അപ്ഡേഷൻസും ഒക്കെ നിങ്ങളെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാസ്റ്റർ കെ അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്യുക, സിലബസ് അറിഞ്ഞ് പഠിക്കുക. ഓക്കെ.